Hi friends, welcome to Garam Masala, the magic spices of cooking. വെളുത്തുള്ളി അച്ചാർ. ഇന്ന് നമുക്ക് ഹെൽത്തിയും ടേസ്റ്റിയുമായ വെളുത്തുള്ളി അച്ചാർ എങ്ങനെ ട്രഡീഷണൽ സ്റ്റൈലിൽ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ആദ്യം നമുക്ക് ഒരു പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയെടുക്കാം. ഇതിലോട്ട് 2 കപ്പ് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വലിയ ഉള്ളിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിനെ ചെറുതായി സ്ലൈസ് ചെയ്തെടുക്കണം. നമുക്കിതിനെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരമായി നല്ലെണ്ണയും ഉപയോഗിക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഉള്ളി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പിക്കിൾ തയ്യാറാക്കാം. ഇതിനു വേണ്ടി നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയെടുക്കാം. ചൂടായ എണ്ണയിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് 1/4 കപ്പ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 6 മുതൽ 8 പച്ചമുളക് ഇവ ചേർത്ത് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി 10 വലിയ വെളുത്തുള്ളി, 2 ഇഞ്ച് നീളമുള്ള ഒരു പീസ് ഇഞ്ചി ഇവയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിനെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. എണ്ണ വിട്ട് വരുന്നത് വരെ നമുക്കിതിനെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 6 മുതൽ 8 ടേബിൾ സ്പൂൺ വരെ മുളക് പൊടി ഇവ ചേർത്ത് കൊടുക്കണം. എരിവ് കുറവ് വേണ്ടവർക്ക് കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിച്ചാൽ മതി. നമുക്കിതിനെ ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. ഈ പൗഡറിൻ്റെ റോ സ്മെൽ പോകുന്നത് വരെ നമുക്കിതിനെ വഴറ്റണം. ഇനി ഇതിലോട്ട് നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് വിനാഗിരിയാണ് ഒഴിച്ചിട്ടുള്ളത്. ഇതിനെ നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഗ്രേവി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്, 1/4 ടീസ്പൂൺ കായം ഇവ ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനെ നമുക്ക് തണുപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഗ്രേവി തണുത്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ ഉള്ളിയെ ഗ്രേവിയുമായി നന്നായി മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ സ്പൈസി ഗാർലിക് പിക്കിൾ തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ 3-4 ദിവസത്തിന് ശേഷം ഉപയോഗിക്കാം. താങ്ക് യു.